മോഹൻലാൽ ഇപ്പോൾ സത്യനന്ദിക്കാട് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും മോഹൻലാലിന്റേതായ നിരവധി ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ലൊക്കേഷനിൽ നിന്നും നിരവധി ചിത്രങ്ങൾ എത്തുമ്പോൾ അതിലൊക്കെ അത്ഭുതത്തോടെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നതും. പല പ്രമുഖരും മോഹൻലാലിനെ കാണാൻ വേണ്ടി ഈ സിനിമയുടെ സെറ്റിലേക്ക് എത്തുന്നുണ്ട്. അവരുടെ ചില വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയെ നേടുന്നു. മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ പുറത്തു വന്നാൽ അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ പൂജാ ചടങ്ങ് മുതൽ ഇങ്ങോട്ട് എല്ലാ ലൊക്കേഷൻ ചിത്രങ്ങളും ആരാധകർ ആവേശത്തോടെയാണ് വരവേറ്റത്. ഇപ്പോൾ ആ പതിവ് തെറ്റിക്കാതെ ഹൃദയപൂർവ്വത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള മോഹൻലാലിന്റെ പുതിയ ചിത്രവും വൈറലായിരിക്കുകയാണ്. ഒരു ചുവന്ന നിറത്തിലുള്ള ഷർട്ടും കറുത്ത പാൻസും ധരിച്ച് മോഹൻലാൽ വരുന്ന ചിത്രമാണ് വൈറലായിരിക്കുന്നത്. മോഹൻലാലിന്റെ സ്റ്റൈലിഷ് ലുക്ക് ആരാധകർ ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. മാത്രമല്ല രാവണപ്രഭു എന്ന സിനിമയിലെ ലുക്കിനോട് പലരും ഈ ചിത്രത്തെ താരതമ്യം ചെയ്യുന്നുമുണ്ട്. രാവണപ്രഭുവിലെ ഇൻട്രോ സീനിലും ഇന്റർവൽ ബ്ലോക്കിലും റെഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത്. മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന 20ാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വം എന്ന സിനിമയെ സ്പെഷ്യലായി എടുത്തു പറയാൻ കാരണമുള്ളത് ഈ ചിത്രത്തിൽ ചില പുതിയ കോമ്പിനേഷനുകൾ നമ്മൾ കാണാൻ പോവുകയാണ്. അതിൽ തന്നെ ആദ്യം എടുത്തു പറയേണ്ടത് മോഹൻലാലിന്റെ നായികയെത്തുന്ന മാളവിക മോഹനാണ്. വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് സിനിമയ്ക്ക് മേൽ ഉള്ളത്. ഇപ്പോഴിതാ മാളവിക മോഹൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സത്യനന്ദിക്കാട് ചിത്രത്തെക്കുറിച്ചും നടൻ മോഹൻലാലുമൊത്ത് അഭിനയിച്ച എക്സ്പീരിയൻസിനെ കുറിച്ചും പങ്കുവച്ചതാണ്. കുട്ടിക്കാലം മുതൽ മോഹൻലാൽ സാറിന്റെ സിനിമകൾ കാണുന്നത് കൊണ്ട് അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ അഭിനയിക്കാനായത് അവിശ്വസനീയമായ മൊമെന്റായി തോന്നിയെന്ന് മാളവിക മോഹൻ പറയുന്നു. വളരെ ഡൗൺ ടു എർത്ത് ആയ സഹപ്രവർത്തകരോട് വളരെ സ്വീറ്റായി പെരുമാറുന്ന ആളാണ് അദ്ദേഹം. ഒപ്പം അസാമാന്യമായ നർമ്മബോധവും ഉള്ള അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ തികഞ്ഞ സന്തോഷവുമുണ്ടെന്ന് മാളവിക പറയുന്നുണ്ട്. പട്ടണപ്രവേശമാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യനന്ദിക്കാട് സിനിമയെന്നും എക്സിൽ ആരാധകരുമായി സംവദിക്കവേ മാളവിക പറയുകയുണ്ടായി. നേരത്തെ ചിത്രത്തിൽ ജോയിൻ ചെയ്തതിന്റെ വിശേഷങ്ങൾ ലൊക്കേഷൻ ചിത്രങ്ങൾക്കൊപ്പം മാളവിക പങ്കുവച്ചിരുന്നു. മോഹൻലാൽ സത്യനന്ദിക്കാട് എന്നീ ഐക്കണുകൾക്കൊപ്പം ഈ സിനിമയുടെ ഭാഗമാവുക എന്നത് സ്വപ്നതുല്യമായ കാര്യമാണ്. മോഹൻലാലിന്റെയും സത്യനന്ദിക്കാടിന്റെയും സിനിമകൾ കണ്ടു വളർന്ന ആളാണ് താൻ. സിനിമയെക്കുറിച്ചും തന്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയത് ഇവരാണെന്ന് മാളവിക കുറിച്ചിരുന്നു. ഇതൊക്കെ കൂടാതെ മോഹൻലാലിനെ കാണാനെത്തുന്നവരുടെ കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഇതേ ലൊക്കേഷനിൽ. അങ്ങനെ ശ്രീകാന്ത് കോട്ടക്കൽ മോഹൻലാലിനെ കാണാനെത്തിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി ഈ ഹൃദയപൂർവ്വം എന്ന സെറ്റിൽ നിന്ന് തന്നെ. 19 വർഷങ്ങൾക്ക് മുൻപ് തൊടുപുഴയിൽ രസതന്ത്രം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് സംവിധായകൻ സത്യനന്ദിക്കാടാണ് മോഹൻലാലിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ലാലിന്റെ ഹൃദ്യമായ ഉള്ളംകൈയിൽ എന്റെ കൈയെടുത്ത് വെച്ച് സത്യേട്ടൻ ഹൃദയവും നിഷ്കളങ്കവും ജാടയില്ലാത്തതും ലളിതവും ഉപാധികളില്ലാത്തതുമായ ഒരു സൗഹൃദമാണ് ആരംഭിക്കുന്നത് എന്ന കാര്യം എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം കുമളിയിലെ ആളനക്കങ്ങളില്ലാത്ത ഒരു കുന്നിൽ സത്യനന്ദിക്കാടിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ വെച്ച് സത്യേട്ടനെയും ലാലേട്ടനെയും ഒന്നിച്ചു കണ്ടു. 2 നാൾ പലതും മിണ്ടിപ്പറഞ്ഞിരുന്നു. രണ്ടുപേരും 19 വർഷങ്ങൾക്ക് മുൻപ് രസതന്ത്രത്തിന്റെ സെറ്റിൽ വെച്ച് കണ്ട അതേപോലെ സ്നേഹത്തോടെ കരുതലോടെ നല്ല ഫലിതം പറഞ്ഞ് ചിരിപ്പിച്ച് പല പല കാര്യങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞ് ഒരു മാറ്റവുമില്ലാതെ രണ്ടുപേർക്കും പുതിയ പുസ്തകമായ അത്രമേൽ അപൂർണത്തിന്റെ കോപ്പികൾ കൊടുത്തു. ജീവിതം ഇനിയും എന്തെല്ലാം അത്ഭുതങ്ങളായിരിക്കും കാത്തുവച്ചിട്ടുണ്ടാവുക ആർക്കറിയാം. സൗഹൃദത്തിന്റെ മഴവിൽ ഭംഗി കാണിച്ചു തന്ന 2 കൂട്ടുകാർക്ക് നന്ദി. നമുക്ക് യാത്ര തുടരാം എന്നായിരുന്നു മോഹൻലാലിനൊപ്പം സത്യനന്ദിക്കാടും ഒപ്പമുള്ള നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്.